ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിങ് കാണുവാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളത് എന്തായിരിക്കും. ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം വിഷമത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധം ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു അടുത്ത സമയത്തായിട്ട് നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവർ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും വിട്ടു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ തന്നെ വീണ്ടും പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്തോ ഒരു കാര്യം അവരെ വളരെയധികം വിഷമിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു അടുത്ത സമയത്തായി എന്തെങ്കിലും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യം അവരെ വളരെ വിഷമിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു ബന്ധം എങ്ങനെയെങ്കിലും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനായിട്ടുള്ള ശ്രമങ്ങൾ ഈ ഒരു വ്യക്തി ഇപ്പോഴും നടത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അഥവാ നിങ്ങൾ ഇനി ഈ ഒരു വ്യക്തിയോട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൊയ്ക്കോളൂ എന്നുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോകുവാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് വളരെയധികം ഒരു നിഷ്കളങ്കമായ സ്നേഹമുണ്ടെന്നാണ് കാണിക്കുന്നത്. അവരുടെ സ്നേഹം നിങ്ങൾ ഇനി എത്ര വേണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും അവർ നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു 10 ഓഫ് കപ്സിന്റെ എനർജി വരുന്നുണ്ട്. അതായത് നിങ്ങളോടൊത്ത് സന്തോഷമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം, ഒരു കുടുംബമായി നിങ്ങളോടൊത്ത് ആളിൻ്റെ കൂടെ എന്നും നിങ്ങൾ വേണമെന്നുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ എന്നൊക്കെയുള്ള ഒരു ചിന്ത അവർക്ക് നല്ല രീതിയിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളോടൊത്ത് പോകണം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള പിണക്കങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായ ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളോടൊത്ത് തന്നെ മുന്നോട്ട് പോകണം. പിണക്കങ്ങളും അതായത് എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്ന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നിങ്ങളോടൊത്ത് പോകണം എന്നുള്ള നല്ലൊരു ചിന്ത ഈ ഒരു വ്യക്തിക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ പരസ്പരം തുറന്നു പറയാതെ ഇരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം സ്നേഹം, അതായത് ഒരുപക്ഷെ അല്ല, ഈ ഒരു വ്യക്തിക്ക് വളരെയധികം സ്നേഹം നിങ്ങളോടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം അവർ പുറത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് സ്നേഹമില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ചില സമയങ്ങളിൽ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നമുക്കിവിടെ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ അവർ അവരുടെ സ്നേഹം മുഴുവനായിട്ട് പുറത്ത് കാണിക്കുന്നില്ല. പകരം അവർ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അതായത് അവർ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് നിങ്ങളോട് തുറന്നു പറയുന്നില്ല. അതായത് അവർക്കുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും എല്ലാം അവർ മറച്ചു വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളത്. പേജ് ഓഫ് വാൺസിന്റെ എനർജി കാണുന്നുണ്ട്. അതായത് വളരെയധികം ഒരു നിങ്ങളെക്കുറിച്ച് അറിയുവാനും അല്ലെങ്കിൽ നിങ്ങളെ കാണുവാനും നിങ്ങളുടെ വിവരങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊക്കെ അറിയുവാനും വളരെയധികം ആകാംക്ഷ ഈ ഒരു വ്യക്തിക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാത്ത സമയങ്ങളിൽ ഇവർ നിങ്ങളുമായിട്ട് അടുപ്പമുള്ള വ്യക്തികളോട് നിങ്ങളെക്കുറിച്ച് തിരക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമം ഈ ഒരു വ്യക്തിക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ എന്തോ ബുദ്ധിമുട്ടുകൾ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അനുഭവിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ആശ്വാസം നിങ്ങളാണെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലും എന്തോ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ ഉണ്ടായി എന്നാണ് കാണിക്കുന്നത്. അത് മാനസികമായി ഈ ഒരു വ്യക്തിയെ വളരെയധികം തളർത്തിയ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു സമയത്തെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളത്. 6 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള പഴയ നിമിഷങ്ങളെക്കുറിച്ച്
ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് കെയർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വ്യക്തിക്ക് കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്നേഹം ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കൂടെയുള്ളപ്പോൾ അവർക്കൊരു ബലമായിരുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളത്. ഹെർമിറ്റും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി വളരെ ഏകാന്തമായി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത് വീണ്ടും നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് ആണെന്നാണ്. ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുവാനും പഴയ രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുവാനും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം ഏകാന്തമായി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. സങ്കടത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. ടു ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് കാണിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹം പരസ്പരം കൈമാറും എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ഏതാനും കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ സ്നേഹം പരസ്പരം കൈമാറും. അതായത് പരസ്പരം നിങ്ങൾ വീണ്ടും മനസ്സിലാക്കും, വീണ്ടും പരസ്പരം കണ്ടുമുട്ടും, തെറ്റിദ്ധാരണകളെല്ലാം മാറും എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലൊരു കൂടിക്കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു വ്യക്തിക്കാണെങ്കിലും ഇപ്പോഴും പരസ്പരം മനസ്സിൽ മറക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിന് കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് ഈ ഒരു ടു ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.